ദീപക് ധർമ്മടം തുടരുന്നു. ദീപക്, ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്? നമുക്ക് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ അപകടം എങ്ങനെ ഉണ്ടായതാണ് ദീപക്? ഹാഷ്മി, ഇത് ചെറുകുളം റോഡാണ്. കക്കോടി പഞ്ചായത്തില് ചെറുകുളം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് തൊട്ടടുത്തുള്ള ഒരു വീടാണ്. ഈ മണ്ണാറക്കൽ പറമ്പ് രാമനാഥന്റെ വീടാണിത്. രാമനാഥന്റെ വീട്ടിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24ന്റെ പ്രേക്ഷകർ കാണുന്നത്. അവിടെ കല്ല് കൂട്ടിയിരിക്കുന്നു, വലിയ മതിൽ കെട്ടുന്നു. ആ മതിൽ കെട്ടുന്നത് അതിഥി തൊഴിലാളികളാണ്, പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് എന്നുള്ളതാണ് വിവരം. രണ്ടുപേരും ഹിന്ദി മാത്രം സംസാരിക്കുന്നവരാണ് എന്ന് ആ പ്രദേശത്തുകാരും പറയുന്നു. ഇതിൽ മതിൽ നേരെ ഇടിഞ്ഞു വീഴുന്നു. അതിൽ ഒരാൾ പൂർണ്ണമായും അകപ്പെട്ടു. അയാളെയാണ് ഇപ്പോൾ സ്ട്രക്ചറിൽ, നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ട്രക്ചറിൽ പുറത്തെടുത്ത് കൊണ്ടുപോകുന്നത്. മരണത്തോട് മല്ലടിച്ച് അത്യാസന്ന നിലയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഔദ്യോഗികമായി ആ കാര്യത്തിലൊന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഒരു കമന്റ് ആ കാര്യത്തിൽ പറയാൻ സാധിക്കൂ. കാരണം അത്യാസന്ന നിലയിലാണ് എന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. 2 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരവും അവിടുന്ന് പ്രാദേശികമായി ലഭിക്കുന്നു. ഇതിൽ ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ അതിഥി തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ചെറുകുളം റോഡിലാണ്, കക്കോടി പഞ്ചായത്തിലെ ചെറുകുളം റോഡിലാണിത്. അവിടെ ഈ മതിൽ നേരെ ഇടിഞ്ഞു താഴേക്ക് വീഴുന്നു. അവിടെ കുഴിയെടുത്തിരുന്നു നേരത്തെ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കല്ല് കൂട്ടിയിട്ടതും അതുപോലെ മണ്ണ് കളച്ചിട്ടതുമെല്ലാം. അതിലേക്ക് ഈ അതിഥി തൊഴിലാളികൾ അകപ്പെട്ടു പോകുന്നു. പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. വെള്ളിമാടുകുന്നിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തുന്നു. അവർ കട്ടറും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുമായി പെട്ടെന്ന് തന്നെ എത്തി. അവർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. പക്ഷേ പുറത്തേക്ക് എടുക്കുമ്പോഴേക്ക് തന്നെ അപകട നിലയിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ട്രക്ചറിൽ അപകട നിലയിലായ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ആളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് ആരോഗ്യനിലയെക്കുറിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഹാഷ്മി, ഈ മണ്ണാറക്കൽ പറമ്പ് രാമനാഥന്റെ വീട്ടിലെ മതിലാണോ അതോ ആ വീട്ടിൽ പണിക്ക് നിന്നവരാണോ? എനിക്ക് തോന്നുന്നു അവിടെ ഒരു മതിൽ നിർമ്മാണം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഈ ചെങ്കലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇടിഞ്ഞു വീണത് വേറൊരു മതിലാണ് എന്നും അറിയാൻ കഴിയുന്നു ദീപക്. മണ്ണാറക്കൽ രാമനാഥൻ പറയുന്നത് രാമനാഥന്റെ വീട്ടിലെ പറമ്പിലാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ രാമനാഥനുമായി മറ്റൊരാൾ മുഖേന ഇപ്പോൾ സംസാരിക്കാൻ സാധിച്ചു. അതിൽ മണ്ണാറക്കൽ പറമ്പ് രാമനാഥൻ അവിടെ ഉണ്ട്, ഈ സംഭവ സ്ഥലത്തുണ്ട്. എന്റെ വീട്ടിലാണ് അപകടം നടന്നത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നതും കേട്ടതാണ്. അപ്പോൾ ഇതിൽ ആരുടെ മതിലാണ് എന്നുള്ളതൊക്കെ പിന്നീട് വരേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആ വീട്ടിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ആ വീടിന്റെ ഉമ്മറത്ത് മുറ്റത്ത് ഈ കല്ല് കൂട്ടിയിട്ടിരിക്കുന്ന, കല്ല് അട്ടി വെച്ചിരിക്കുന്നത്, അതിന്റെ ഇടതുഭാഗത്തായി മതിലിന്റെ പണി നടക്കുന്നുണ്ട്. അതിന് പുറകിലായാണ് ഈ അപകടം നടന്നത്. അപകടം നടന്ന് മണ്ണിലേക്ക് അകപ്പെട്ട ഈ അതിഥി തൊഴിലാളികളെ പുറത്തെടുക്കാൻ ശ്രമകരമായ ദൗത്യം ഈ ഫയർഫോഴ്സും നാട്ടുകാരും നടത്തേണ്ടി വന്നു. ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. കാരണം ഈ വെള്ളിമാടുകുന്നിൽ നിന്നും കക്കോടിയിലേക്ക് അധികം ദൂരമില്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചു. അവർ വളരെ സാഹസികമായ ഇടപെടൽ നടത്തി ആണ് ഈ പുറത്തേക്ക് എടുക്കുന്നത്, ഇവാക്വേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ എത്രമാത്രം ഈ അപകടം തരണം ചെയ്ത് തിരിച്ചു വരും എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അത്യാസന്ന നിലയിലാണ് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ മരണം സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഹാഷ്മി, എന്തായാലും അത് സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ അത്യാസന്ന നിലയിലാണെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാര്യം നാട്ടുകാരെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ അവർ വളരെ വേഗം ചെയ്തു. അപകടം ഉണ്ടാവുന്നതാണ്, അപകടം സംഭവിച്ചതാണ്. പക്ഷേ അതിനുശേഷം നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ വളരെ വേഗം ഇടപെട്ടു. അയാളെ പുറത്തെടുത്തു, ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ വലിയ തോതിൽ പരിക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഈ പറയുന്ന വലിയ പരിക്കായതുകൊണ്ടാവണം ഇങ്ങനെ മുഖംമൂടി വെള്ളത്തുണി ഇട്ടിരിക്കുന്നത്. വലിയ പരിക്കുകൾ, എന്നാൽ അത്ര വലിയ മതിലായിരുന്നു അത്. മതിൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന ആഘാതം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇനി ആശുപത്രിയിൽ നിന്നാണ് അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരേണ്ടത്. കോഴിക്കോട് കക്കോടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. രാമനാഥൻ എന്നൊരാളുടെ പറമ്പിലാണ് ഈ സംഭവം എന്നാണ് ദീപക് ധർമ്മടം നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാനക്കാരായ അതിഥി തൊഴിലാളികളാണ് അവർ. അപ്പോൾ ഒരാളുടെ ഗുരുതരമാണ്, അത്യാസന്ന നിലയിലുമാണ്. മണ്ണാറക്കൽ പറമ്പ് രാമനാഥൻ്റെ വീട്ടിലാണ് ഈ പണി നടന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പറമ്പിലെ മതിലാണ് ഇടിഞ്ഞു വീണത്. പക്ഷേ ഒരു മതിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മതിലിൻ്റെ പണിക്കിടയ്ക്കാണ് മറ്റൊരു മതിൽ ഇടിഞ്ഞ് അവരുടെ തലയിലേക്ക് പതിക്കുന്നത്. അങ്ങനെ ഒരാളെ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനിയുള്ള അപ്ഡേറ്റ് വരേണ്ടത് ആശുപത്രിയിൽ നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.